ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല, കേരളത്തിൽ നിന്നും ഒരു MP കൂടി പിന്തുണ വഖഫ് ഭേദഗതി ബില്ലിന് കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്നു എന്നുള്ളത് ഇത് BJPയുടെ വിജയമാണ്. ഇത് UDFന് 17 സീറ്റ്, BJP ഉൾപ്പെടെ NDA സഖ്യത്തിന് 2 സീറ്റ്, LDFന് 1 സീറ്റ്. വലിയ ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു നിയമത്തെയും കേരളത്തിലെ ഒരു MPമാരും MLAമാരും പിന്തുണച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ നിയമസഭയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പല നിയമത്തിനെതിരെയും പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ഇപ്പം മുനമ്പം വിഷയത്തിൽ 100ാമത്തെ ദിവസം അവിടെ സമരം പിന്നിട്ടപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ 100 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ മുനമ്പത്തെ മനുഷ്യരോടൊപ്പമാണെന്നും വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും തീർച്ചയായിട്ടും ആ നിയമത്തെ പിന്തുണയ്ക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ പേരിലൊക്കെ പല സബ്സ്ക്രൈബേഴ്സും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലൊരു നിയമത്തെ തീർച്ചയായിട്ടും ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പലരും വളഞ്ഞ് മൂക്കി പിടിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറയുന്നത്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ ഭയങ്കര കൂടുതലുമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നിയമത്തെയും പൊതുവെ നമ്മുടെ നാട്ടിലുള്ള MPമാരോ അല്ലെന്നുണ്ടെങ്കിൽ MLAമാരോ പിന്തുണയ്ക്കുന്നില്ലായിരുന്നു. കാരണം BJPക്ക് കേരളത്തിൽ MLAമാരില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു MP സുരേഷ് ഗോപി എന്നുള്ള രീതിയിൽ വരുന്നത്. ഇപ്പോഴാണ് സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്നത്. കാരണം ഒരു പാർട്ടി MP എന്നുള്ള രീതിയിലാണ്. എന്നാൽ UDFൻ്റെ LDFൻ്റെ MLAമാരായാലും അല്ലെങ്കിൽ MPമാരായാലും ഈ മുനമ്പം വിഷയത്തിൽ പോലും അവിടെ പോയി പ്രസംഗിക്കും എന്നുള്ളതല്ലാതെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന് വഖഫ് ബോർഡ് ഭേദഗതി വരുത്തരുത് അല്ലെങ്കിൽ മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഭേദഗതിയെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പം അത്തരത്തിലൊക്കെ 2 തരത്തിൽ 2 തട്ടിലൊക്കെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കോട്ടയം MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് കൃത്യമായ രീതിയിലൊരു നിലപാട് കഴിഞ്ഞ ദിവസം മുനമ്പം സമരസമിതിയിൽ പറഞ്ഞത് നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നുണ്ട്. UDFൻ്റെ ഒരു ഘടകകക്ഷിയാണ് ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ്. ആ വിഭാഗത്തിൻ്റെ കേരളത്തിലെ MP ആണ്, കോട്ടയത്തെ MP ആണ് ഫ്രാൻസിസ് ജോർജ്. വളരെ കൃത്യമായ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇന്നും മീഡിയക്കാരുടെ ചോദ്യത്തിന് ഈ നിയമം പാർലമെന്റിൽ വരുമ്പോൾ പിന്തുണയ്ക്കും എന്ന് കേരളത്തിലെ MP ആയി നിലനിൽക്കുന്ന UDFൻ്റെ MP ആയി നിലനിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ MP ആയി നിലനിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ MP ആയി നിലനിൽക്കുന്ന ഒരാൾ കേരളത്തിൽ പബ്ലിക്കായിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഒരു സൂചന വളരെ വലുതാണ്. കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് ശരി. UDFൻ്റെ ഘടകകക്ഷിയിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിന്ന് വോട്ട് ചോദിച്ച് വിജയിച്ചു വന്ന ഒരു MP, ഘടകകക്ഷിയുടെ MP മോദി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എതിർത്തുകൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പാർലമെന്റിൽ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല, കേരളത്തിൽ നിന്നും ഒരു MP കൂടി പിന്തുണ വഖഫ് ഭേദഗതി ബില്ലിന് കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്നു എന്നുള്ളത് ഇത് BJPയുടെ വിജയമാണ്. കേരളത്തിൽ BJPക്ക് അത്ര ശക്തമല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോഴും കേരളത്തിൽ BJP, LDF, UDF ഒരുപോലെ നിന്ന് എതിർക്കുമ്പോഴും അവർക്കിടയിൽ നിന്നും ഒരു MP മുനമ്പത്ത് സമരസമിതിയുടെ സമരത്തിൽ വന്ന് 100ാമത്തെ ദിവസം വന്ന് പ്രഖ്യാപിക്കുകയാണ് കേന്ദ്രത്തിൽ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ചർച്ചയാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ വഖഫുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ബോർഡിന് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്കും കോടതിക്കും ഒക്കെ മുകളിലായിട്ട് അന്നത്തെ കാലങ്ങളിൽ 2014 മുമ്പുള്ള മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആയാലും അതിനു മുമ്പ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റൊക്കെ ആയാലും ഇവർ അനാവശ്യമായ രീതിയിലുള്ള കുറേ അധികാരങ്ങൾ നൽകുന്നു, ട്രൈബ്യൂണലുകൾ നൽകുന്നു. നമ്മളിവിടെ ദേവസ്വം ബോർഡുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സഭകളുണ്ട്. ഈ ദേവസ്വം ബോർഡുകൾക്കോ സഭകൾക്കോ ഇല്ലാത്ത അവകാശങ്ങളാണ് വഖഫ് ബോർഡിന് കൊടുത്തിരിക്കുന്നത്. ഈ രാജ്യത്ത് ആർമിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തു ഉള്ളത് വഖഫ് ബോർഡിനാണ്. ഇന്നിപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുനമ്പത്തെ സ്ഥലങ്ങളുള്ള 610 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ കർണാടകയിലെ ഏക്കർ കണക്കിലെ കൃഷിഭൂമി ഉൾപ്പെടെ എല്ലാം വഖഫ് ബോർഡിൻ്റെയാണെന്ന് പറയുകയാണ്. ഗുജറാത്തിൽ ഗവൺമെൻറ് കെട്ടിടം ഉൾപ്പെടെ വഖഫ് ബോർഡിൻ്റെയാണെന്ന് പറയുക. നമ്മുടെ പാർലമെൻറ്റ് നിൽക്കുന്ന സ്ഥലങ്ങൾ പോലും വഖഫ് ബോർഡിൻ്റെയാണെന്ന് അവരുടെ മതപണ്ഡിതന്മാർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ
ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. നമുക്കിത് ചലഞ്ച് ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു വസ്തുതർക്കം പോലെയല്ല വഖഫുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ വരാൻ നേരത്ത് നമ്മൾ അവരുടെ ട്രിബ്യൂണലിൽ പോകണം, നമ്മുടെ രേഖകൾ സബ്മിറ്റ് ചെയ്യണം. ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുന്നു, അവിടെ പോകുന്നു, അതിൻ്റെ വിധി അന്തിമമാണെന്ന് പറയുന്നു, നമ്മുടെ കോടതികൾക്ക് പുല്ലുവില നൽകുന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ പേരൊന്നും ജനാധിപത്യമൊന്നല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് മതേതരത്വമൊന്നല്ല. മറ്റു വിഭാഗങ്ങൾക്കില്ലാത്ത സിഖ് വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുസിനോ അവരുടെ ദേവസ്വം ബോർഡുകൾക്കോ സഭകൾക്കോ ഗുരുദ്വാരകൾക്കോ ഒന്നുമില്ലാത്തൊരു അവകാശം എന്തിനു വേണ്ടിയാണ് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം കൊടുക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന കോട്ടയത്തെ UDFൻ്റെ MP, പ്രതിപക്ഷ നിരയിലിരിക്കുന്ന MP പോലും കേരളത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങി. കാരണം മഹാഭൂരിപക്ഷം ക്രൈസ്തവരാണ് ഈ മുനമ്പത്ത് ഈ ഇഷ്യൂ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ഹിന്ദുസായിട്ടുള്ള വലിയൊരു ഭാഗം ആൾക്കാർ ജനിച്ചു വളർന്ന ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും നിയമസഭയിൽ വഖഫ് ബോർഡിന് അനുകൂലമായ രീതിയിൽ പ്രമേയങ്ങൾ പാസ്സാക്കുന്നു. ഈ പാവം മനുഷ്യർക്ക് വേണ്ടി അവിടുത്തെ MP MLA പോലും സംസാരിക്കാത്തൊരവസ്ഥ വരുന്നു. ഒടുവിൽ സഭയും സമുദായ സംഘടനകളും SND പോലുള്ള സംഘടനകളൊക്കെയാണ് മുനമ്പത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലൊരു കാട്ടുതീയായി മാറുന്നു. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോഴാണ് ഈ മനുഷ്യരൊക്കെ ആൾക്കാർ തിരിച്ചറിയത് ഇവർ എത്ര നാളായെന്നറിയോ ഈ സമരങ്ങൾ തുടങ്ങിയിട്ട്. സ്വന്തം വീട്ടിൽ പൈസ കൊടുത്ത് മേടിച്ച വീട്ടിൽ അച്ഛൻ അപ്പൂപ്പന്മാർ കൊടുത്ത വീട്ടിൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുമെന്ന് പറയാൻ നേരത്ത് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഒരാൾ വന്നിട്ടൊരു ഇത് നമ്മുടെ സ്ഥലമാണെന്ന് പറയാൻ നേരത്ത് അതിൻ്റെ പുറത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ നാട്ടിൽ നടക്കുന്നത്? ഇത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാകിസ്ഥാനിലല്ല, അഫ്ഗാനിസ്ഥാനിലല്ല, ബംഗ്ലാദേശിലല്ല, ഇതുപോലുള്ള രാജ്യങ്ങളിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ്. മനസ്സിലായില്ലേ? ഈ ഒരു രാജ്യത്ത് ഇതുപോലൊരു നിയമം എഴുതി കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചർച്ച വരേണ്ടതായിട്ടുണ്ട്. പലതരത്തിലുള്ള ചർച്ച വരട്ടെ. അതിനകത്ത് പറഞ്ഞ പല പോയിന്റ്സും ഉണ്ട്. മറ്റു മതങ്ങളിൽ പെടുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് വെക്കുന്ന ഇവരുടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യട്ടെ. അതല്ലാതെ ഈ വഖഫ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന മറ്റു മതങ്ങൾക്കൊന്നും ഇല്ലാത്ത അധികാരം അതേ തുടരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസൊന്നുമല്ല. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി വരണം. ഇതിപ്പോൾ മോദി ഗവൺമെൻറ് അല്ലാതെ വേറെ ഒരു ഗവൺമെൻറ് ഇത് കൊണ്ടുവരാനും പോകുന്നില്ലായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി എത്രത്തോളം മനുഷ്യരാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട് നിൽക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. മോദി ഗവൺമെൻറ് അല്ലാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് കരുതുക. ഈ മുനമ്പത്തെ മനുഷ്യരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും നടക്കുമോ? മുസ്ലിം ലീഗ് പിണങ്ങും എന്നുള്ള ഒറ്റ പേരിൽ, അല്ലെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പിണങ്ങുമെന്നുള്ള പേര്, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി പിണങ്ങുമെന്നുള്ള പേരിൽ എന്തായാലും, അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ പിണങ്ങുമെന്നുള്ള പേരിൽ എന്തായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരില്ല. ഈ ഒരു സമയത്ത് ഇത് നടന്നില്ലെന്നുണ്ടെങ്കിൽ, ഇത് പാർലമെന്റിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മുനമ്പത്തുൾപ്പെടെ നിരവധി മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് എന്താണ്? വഖഫുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിഷയം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്ന് കരുതുക. വഖഫ് ഭേദഗതി ബില്ല് വന്നില്ലെന്ന് കരുതുക. ഇവർക്ക് ഇപ്പോഴും ഇതുപോലെ അധികാരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഈ വഖഫ് ബോർഡിന് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന പോലെ അധികാരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ് മാറിയെന്ന് കരുതുക. അന്നേരവും ഇതുപോലൊരു പേപ്പർ തന്നു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ വിടുന്ന മുനമ്പത്തിരുന്ന് സമരം ചെയ്യണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും മുനമ്പത്തെ സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളത് കോട്ടയത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഫ്രാൻസിസ് ജോർജ് ചെയ്തത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നടപടിയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആൾക്കാരൊന്നും നിലം തൊടില്ല എന്ന് കൃത്യമായി അവർക്കറിയാം. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലാണ് ഇവരൊക്കെ വോട്ടിനിറങ്ങുന്നത്. ഇപ്പം കേരള കോൺഗ്രസിനെ പോലുള്ള കുറച്ച് പാർട്ടികളുണ്ട്, ജോസ് കെ മാണിയെ പോലുള്ള ആൾക്കാരൊക്കെ. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ പാർട്ടിയാണ്. അവർ പോലും ഇവരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക ഒരു അധികാരവും അവകാശവും ഈ നാട്ടിൽ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഏത് വിഭാഗമാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് എല്ലാവരും തുല്യരായി തന്നെ ഇരിക്കണം, ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തണം എന്നും പറഞ്ഞ് ഇതുപോലുള്ള അധികാരങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ സർക്കാരൊക്കെ ഇവർക്ക് എഴുതി കൊടുത്തതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഭീതി തോന്നാറുണ്ട്. എന്തവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിയമങ്ങൾ എഴുതി കൊടുക്കുന്നത്, നിയമം നടപ്പിലാക്കി കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കോടതിയെ നോക്കുകുത്തിയാക്കുന്ന രീതിയിലേക്ക് നിയമങ്ങൾ, ദേവസ്വം ബോർഡിനില്ലാത്ത, സഭകൾക്കില്ലാത്ത, ഗുരുദ്വാരയ്ക്കില്ലാത്ത ഒരു പ്രത്യേക അധികാരവും വഖഫ് ബോർഡിനും ആവശ്യമില്ല എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
എൻ്റെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രാൻസിസ് ജോർജിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പക്ഷേ ഇവർ BJPയോട് അടുക്കുന്നതിൻ്റെ ആദ്യ സൂചന ആകാനുള്ള സാധ്യതയുണ്ട്. UDFിനോടൊപ്പം ജോസഫ് വിഭാഗത്തിൻ്റെ നിൽപ്പ് ഇനി എങ്ങനെ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്രത്തിലെ അധികാരത്തിലുള്ള BJPയോടൊപ്പം ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു MP ഉള്ള പാർട്ടി കൂടി എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കോർ ബോർഡ് എന്ന് പറയുന്നത് NDA BJP അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് പക്ഷോടെ ചേർന്ന് 2 സീറ്റും, ഇവിടെ LDF കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് 1 സീറ്റും, UDFിന് 17 സീറ്റും എന്നുള്ള നിലയിലേക്ക് വരും. അതായത് UDFിന് 17 സീറ്റ്, BJP ഉൾപ്പെടെ NDA സഖ്യത്തിന് 2 സീറ്റ്, LDFിന് 1 സീറ്റ് എന്നുള്ള രീതിയിലേക്ക് വലിയ ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചിലരുടെ മതപ്രീണനമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.